ലോകമെല്ലാം അറിവിലും ടെക്നോളജിയിലും വളരെ വേഗമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വളരെയേറെ നവീനമായ AI എഞ്ചിനുകൾ ആണ് ചൈനയും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുറത്തുവിട്ടത്. അങ്ങനെയുള്ള ഈ സമയത്ത് ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിവരം കെട്ട ഒരു സംഗണി പ്രിൻസിപ്പൽ ചാണകം കൊണ്ട് കോളേജിലെ ക്ലാസ് റൂമുകൾ മെഴുകുക എന്ന് പറഞ്ഞാൽ ഏത് നൂറ്റാണ്ടിലേക്കാണ് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കോളേജ് പ്രിൻസിപ്പൽ കുട്ടികളുടെ ക്ലാസ് റൂം ചാണകം കൊണ്ട് പൂശിയപ്പോൾ അതിന് തക്കതായ മറുപടിയാണ് പിറ്റേ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് റോണക് ഖാത്രി നൽകിയത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജർമ്മനിയിൽ വെച്ച് മോദി കോഹോസ്റ്റ് ആയിട്ടുള്ള AI ആക്ഷൻ സമ്മിറ്റ് നടന്നത്. ആ സമ്മിറ്റിൽ വെച്ച് ടെക്നോളജിയിൽ രാജ്യങ്ങൾ മുൻപോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മോദി സംസാരിച്ചിരുന്നു. എന്നാൽ ടെക്നോളജിയിൽ ചൈനയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എന്നുവേണ്ട ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തെ കോളേജ് പ്രിൻസിപ്പാൾമാർ വരെ ചാണകത്തിന്റെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അത്ര വൃത്തികെട്ട നിലയിലേക്കാണ് മോദിയും സംഘികളും ഇന്ത്യയെ പിന്നോട്ട് അടിച്ചിരിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ലക്ഷ്മിഭായ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയ ഡോക്ടർ പ്രത്യൂഷ് വത്സലയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കോളേജിലെ ക്ലാസ് റൂമുകളുടെ ഭിത്തികൾ ചാണകം കൊണ്ട് മെഴുകിയത്. അതിന്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇവർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ വീഡിയോ ഇവർ തന്നെ പറഞ്ഞു ഷൂട്ട് ചെയ്യിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ 21ാം നൂറ്റാണ്ടിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ടെക്നോളജിയിലും ലോകം മൊത്തം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലക്ഷ്മിഭായ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടറേറ്റ് ഡിഗ്രിയുള്ള പ്രത്യൂഷ് വത്സല ഇങ്ങനെ ചാണകം കൊണ്ട് ക്ലാസ് റൂമിന്റെ ഭിത്തികൾ മെഴുകുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക. ഇങ്ങനെ ചെയ്യാനുള്ള കാരണമായി ഇവർ പറഞ്ഞത് നാച്ചുറൽ മാർഗത്തിലൂടെ ക്ലാസ് റൂമുകളെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്നാണ്. ഇവർക്ക് ഡോക്ടറേറ്റ് കൊടുത്ത ആളുകളെ സമ്മതിക്കണമെന്ന് പറയാതെ വയ്യ. ഇങ്ങനെയുള്ള ആളുകളാണ് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ കോളേജുകളുടെ പ്രിൻസിപ്പൽ ആവുന്നത്. ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് യാതൊരു സങ്കോചവും തോന്നിയില്ല എന്ന് മാത്രമല്ല, ഇത് എന്തോ വലിയ കാര്യമാണ് എന്ന രീതിയിൽ സ്വയം പ്രചരിപ്പിക്കുക കൂടി ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അതും ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഇത് ചെയ്തത് എന്ന് ഓർക്കണം. ഇവിടെ സാങ്കേത് ഉപാധ്യായ എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഇവർ ഇങ്ങനെ സ്വയം ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഒരു PR സ്റ്റണ്ട് ആണ്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ വളരെ മോശമായ സൗകര്യങ്ങളാണ് അവിടെയുള്ളത് എന്ന് നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇവർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഈ ഏപ്രിൽ 14-ാം തീയതി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ വിലപിക്കണം. ക്ലാസ് റൂമിന്റെ ഭിത്തികൾ ഇങ്ങനെ ചാണകം കൊണ്ട് പൊതിയുന്നത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവിടുത്തെ അധ്യാപകർ പറഞ്ഞതത്രേ. ഈ 2025-ൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് തീർച്ചയായും മോദിയുടെ രാജ്യത്ത് നടത്തേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ സാങ്കേതിക ടെക്നോളജിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുന്നേറാനാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രമുഖ യൂട്യൂബറായ ആകാശ് ബാനർജി ഇതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉന്നത സാങ്കേതിക വിദ്യയിൽ മുന്നേറണമെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞതിനെ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രാവർത്തികമാക്കിയത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് റോണക് ഖാത്രി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മിഭായ് കോളേജിന്റെ പ്രിൻസിപ്പൽ ക്ലാസ് റൂമുകൾ ചാണകം കൊണ്ട് മെഴുകുന്ന ചരിത്രപരമായ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഈ വിപ്ലവകരമായ ഇനീഷ്യേറ്റീവിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രിൻസിപ്പൽമാർത്തിന്റെ ഓഫീസിൽ പോയി അവരുടെ ഓഫീസിന്റെ ഭിത്തികൾ ചാണകം കൊണ്ട് മെഴുകുന്നതിന് സഹായിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഇതോടുകൂടി പ്രിൻസിപ്പൽ മാഡം തന്റെ ഓഫീസിലെ AC നീക്കം ചെയ്ത് അത് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട്
ഈ കോളേജിനെ ഏറ്റവും നൂതനമായ രീതിയിൽ ഇങ്ങനെ ചാണകം കൊണ്ട് മെഴുകി നാച്ചുറലായ രീതിയിൽ ശീതീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ ട്വിറ്ററിൽ കുറിച്ചതിന് ശേഷം അദ്ദേഹവും സുഹൃത്തുക്കളും പ്രിൻസിപ്പൽ മാഡത്തിന്റെ ഓഫീസിൽ പോയി അവരുടെ ഓഫീസിന്റെ ഭിത്തികൾ ചാണകം കൊണ്ട് മെഴുകുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ ഏതോ ഒരു ഫാക്കൽറ്റി മെമ്പർ പറയുകയാണ്, പ്രിൻസിപ്പാൾ ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ. വാസ്തവത്തിൽ ഇവർ വരുന്നതറിഞ്ഞ് പ്രിൻസിപ്പാൾ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് അവർക്ക് മറുപടി കൊടുത്തത്, കുട്ടികൾ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന സമയത്ത് പ്രിൻസിപ്പാളിന് അവരുടെ ക്ലാസ് റൂമുകൾ ചാണകം കൊണ്ട് മെഴുകാമെങ്കിൽ ഞങ്ങൾക്ക് പ്രിൻസിപ്പാൾ ഇല്ലാത്ത സമയത്ത് അവരുടെ ഓഫീസ് ചാണകം കൊണ്ട് മെഴുകാൻ എല്ലാ തരത്തിലും അവകാശം ഉണ്ട് എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥി അല്ലല്ലോ എന്ന്. അതിന് അദ്ദേഹം മറുപടി നൽകിയത്, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്, അതുപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റുമാണ്. ഇവിടെ ഈ സ്റ്റാഫ് മെമ്പർ നുണ പറയുകയാണ്, പ്രിൻസിപ്പാൾ മുൻപ് നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടിയുമായി വളരെ നേരത്തെ തന്നെ അവിടുന്ന് പോയി എന്ന്. അപ്പോൾ ഇവർ പറയുന്നത് പ്രിൻസിപ്പാൾ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടു എന്നാണ്. ഇവർ വരുന്നത് കണ്ടുകൊണ്ടാണ് പ്രിൻസിപ്പാൾ ഇറങ്ങിപ്പോയത്. പക്ഷേ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ സംഘികൾക്ക് സത്യം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ലല്ലോ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ സ്വന്തം വീട്ടിൽ എന്തുകൊണ്ടാണ് നടത്താത്തത് എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ലോകം മൊത്തം ഇതിന്റെ വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ ഇന്ത്യയെ മൊത്തം അവർ മാനം കെടുത്തിയതാണ്. നിങ്ങളുടെ റിസർച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടത്തേണ്ടത്, അല്ലാതെ കുട്ടികളുടെ ക്ലാസ് റൂം ചാണകം കൊണ്ട് മെഴുകി വൃത്തികേടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ആരെയോ വിളിക്കാൻ ആ ഫാക്കൽറ്റി മെമ്പർ പറയുകയാണ്, നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ ഭിത്തികൾ ചാണകം കൊണ്ട് മെഴുകുകയാണ്. നാച്ചുറലായി പ്രിൻസിപ്പലിന്റെ ഓഫീസ് ശീതീകരിക്കുന്നതിനു വേണ്ടി. വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂമുകളിൽ ഈ പ്രിൻസിപ്പൽ നടത്തിയ പരീക്ഷണം ഇപ്പോൾ ഞങ്ങൾ അവരുടെ ഓഫീസിൽ നടത്താൻ പോവുകയാണ്. നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. അവരുടെ ഓഫീസിൽ നടത്തിയ ഈ പരീക്ഷണം അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിക്കും എന്നും അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെ ചാണകം കൊണ്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ ഭിത്തികൾ മെഴുകിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഈ ചാണക പരീക്ഷണം ഞങ്ങൾ നടപ്പിലാക്കുകയാണ്. നിങ്ങളുടെ ഓഫീസിൽ സെൻട്രൽ എസിയും വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ ചാണകവും മെഴുകുന്നു. 1% പോലും നിങ്ങൾക്ക് നാണമില്ലല്ലോ. അതുപോലെ പ്രിൻസിപ്പലിന്റെ ബാത്റൂമിലും അവർ ചാണകം മെഴുകാൻ മറന്നില്ല. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ള ബാത്റൂമാണ് പ്രിൻസിപ്പാളിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് ശരിയായ ബാത്റൂം സൗകര്യങ്ങൾ പോലും ഈ കോളേജിൽ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, 21ാം നൂറ്റാണ്ടിൽ 2025 സംഘികൾ ടെക്നോളജിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ വെറുമൊരു ലാഫിംഗ് സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ 11 വർഷങ്ങളായി മോദിയുടെ കീഴിൽ. ഇത്തരം വിവരം കെട്ട സംഘികളാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പാൾമാർ വരെ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല.